ചെറുപ്പക്കാരൻ്റെ പോയെന്നോ മറ്റു വിവരം അവർക്ക് കിട്ടിക്കാണൂല. എങ്കിൽ നേരത്തെ അവർ വരുമായിരുന്നു. ഇത് ഞാൻ വിളിച്ച് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞതിന് ശേഷമാണ് അവരിത് അറിയാൻ തിരക്കാൻ കാരണം. 3:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഷീജ, സുനിൽ പിതാവ്. കുട്ടിയുടെ പേര് ഫർസാന. വെഞ്ഞാറമൂട് മുക്കുന്നൂർ എന്ന് പറയും. ഈ മാതാപിതാക്കള് ഇപ്പോൾ പോലീസിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഇന്ന് പോയെന്നാണ് പഞ്ചായത്ത് മെമ്പർ. ഇപ്പം ഞാൻ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇന്ന് 3:30 പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ ഇതിന് മുന്നേ പോകാൻ സാധ്യതയില്ല. കാരണം ഈ കുട്ടിയുടെ പിതാവ് ഞാനും ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി വരെ വെഞ്ഞാറമൂട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കല്യാണത്തിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അടുത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇന്നലെ ഈ കുട്ടിയുടെ പിതാവ്. അതാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം വീണ്ടും വരാൻ കാരണം. 2 ദിവസം മുമ്പ് വന്നു ആ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ്. ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കാര്യത്തിൽ സ്ഥിരീകരണമാവുകയാണ്. ഇപ്പോൾ ജില്ലാ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും എല്ലാവരും പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇപ്പം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയുമായി വീട്ടിൽ എത്തിച്ച ഈ പ്രതി അഫാന്റെ പെൺസുഹൃത്തുമായിട്ട് ഇയാൾക്ക് പ്രണയബന്ധമുണ്ടായിരുന്നു. ഇത് വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല. ഇതാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമിക വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എങ്കിലും അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം പോലീസ് ഒരു ഔദ്യോഗികമായി ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല. തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് ക്രൂരമായ കൊലപാതകം, നാടിനെ നടുക്കിയ കൊലപാതക പരമ്പര നടന്നത്. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ വരും. ഈ കുട്ടി പഠിക്കുകയാണോ? പഠിക്കുന്ന കുട്ടിയായിരിക്കും. അത് അറിയാനെ കുറിച്ച് അറിയില്ല. ഈ പുള്ളിക്ക് ഒരു മകളാണോ? ഒരു മകനും ഒരു മകളുമാണ്. ഈ ഇദ്ദേഹം സുനിൽ എന്ന് പറഞ്ഞ ഒരു വെൽഡറാണ്. വെൽഡിംഗ് വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന കക്ഷി. വെഞ്ഞാറമൂട് തന്നെ. അതെ, ഫർസാന അതല്ലേ പറഞ്ഞോ? ഫർസാന. സുനിൽ പിതാവായിട്ട് സംസാരിച്ചിട്ട് അഫാനൊപ്പം എന്തെങ്കിലും പരിചയമുള്ളതായിട്ട് പിതാവ് പറയുന്നു? ഇല്ല, പിതാവുമായിട്ട് ഞാൻ സംസാരിച്ചില്ല. ഇപ്പം ഞാൻ സംസാരിച്ച അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ടാണ്. കാരണം എനിക്ക് സംശയം തോന്നിയപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് മെമ്പറാണ് ബന്ധപ്പെടുന്നത്. പഞ്ചായത്ത് മെമ്പർ ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കുട്ടി പോയതായിട്ട് സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മെമ്പർ ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെ കക്ഷി ഇപ്പോൾ വീട്ടിൽ പോയി ഒരു അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ഇത് കൺഫേം ആക്കി അവർ ഹോസ്പിറ്റലിൽ പോയി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് പോലീസിന് ഇപ്പോൾ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അഫാനും ഈ കുട്ടിയും തമ്മിൽ സൗഹൃദങ്ങളൊന്നും അത് നമുക്കറിയില്ല. വീട്ടുകാർക്കും അറിയില്ല. എങ്കിൽ ഇന്നലെ എന്നോട് സൂചിപ്പിച്ചു തരായിരുന്നു കക്ഷി. അതൊന്നും ഇല്ല. അരുണ്യ, ഇപ്പോൾ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫർസാന എന്ന മുക്കന്നൂർ സ്വദേശിയാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട് തന്നെയുള്ള സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, കൊല്ലപ്പെട്ട ഫർസാനയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിക്കൊണ്ടിരിക്കുകയെന്നാണ് പൊതുപ്രവർത്തകൻ ജിനു നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ പെൺകുട്ടി ആരാണെന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. അരുണ്യ, തുടരുക. ഹാൻസ്, മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. അവിടെ ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, ഈ പ്രതി അവിടെ ICUവിൽ തന്നെയാണ് ഇപ്പോഴും. എന്തൊക്കെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഒപ്പം ഈ ഉമ്മയുടെ ആരോഗ്യ നില അത് എങ്ങനെയാണ്? ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണോ? അല്പസമയം മുൻപാണ് ഈ അഫാനെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുള്ളത്. കാഷ്വാലിറ്റിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും പരിശോധനകൾക്ക് ശേഷം 2ാം നിലയിലെ ICUയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും ലഭ്യമാകുന്നവർ. ഇവിടെ ഈ കാര്യം അറിഞ്ഞിട്ട് പ്രദേശവാസികളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇയാളെ അറിയാനുള്ള ആൾക്കാർ അവരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അറിഞ്ഞത്? ഈ കാര്യം എന്താണ്? ഞാൻ മറ്റൊരു ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നത്. അപ്പോൾ ഇത് വെഞ്ഞാറമൂടാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന പ്രതി എന്ന് പറയപ്പെടുന്ന പയ്യൻ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ ആയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ അമ്മയുടെ അമ്മ അതിനെ എതിർത്തു. പാങ്ങോടോ മറ്റോ ആണ് അവരുടെ വീടെന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വീട്ടിലോട്ട് വന്നു. അവരും അക്സെപ്റ്റ് ചെയ്തില്ല. ബന്ധുക്കളാരും അതിനെ ഉൾക്കൊണ്ടില്ല. അതിൻ്റെ പ്രകോപനത്തിലാണ് ഇയാളിത് ചെയ്തതെന്നാണ് എനിക്ക് ടെലഫോണിൽ കൂടെ കിട്ടിയ മെസ്സേജ്. എനിക്ക് പയ്യനെ അറിയത്തില്ല, പ്രദേശവും അറിയത്തില്ല. ആ വെഞ്ഞാറമൂടെന്ന് കേട്ടപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ വിവരമാണ്. സുഹൃത്തുമായിട്ട് അന്വേഷിച്ചിരുന്നു ഇതിനു മുൻപ്? ഇങ്ങനെ ഞാൻ ചോദിച്ചു. വളരെ ശാന്ത പ്രകൃതക്കാരനാണ്. ആരുമായിട്ട് യാതൊരു സഹകരണമുള്ള ആളല്ല. പിന്നെ ഒരു വീട്ടുകാരെയൊന്നും അവർക്ക് ഈ അദ്ദേഹത്തിന് അറിയത്തില്ല.
അരണ്യ, ഇങ്ങനെയാണ് ഈ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും ഒക്കെ പറയുന്നത്. കാരണം ഒരു ശാന്തപ്രകൃതക്കാരനാണ്, ആരുമായിട്ട് മറ്റ് തരത്തിലുള്ള ബന്ധങ്ങളൊന്നും പുലർത്തി പോകുന്നില്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രണയബന്ധം ഈ അഫാൻ ഉണ്ടായിരുന്നതായിട്ട് പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടാണോ ഈ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക്, ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന സംഭവത്തെക്കുറിച്ച് ഇനി പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും അഫാൻ പോലീസിലെത്തി ഈ മൊഴി നൽകുകയും അതിനുശേഷം വിഷം കഴിച്ചു എന്ന് പറയുകയും അതിനുശേഷം ഇവിടെ മെഡിക്കൽ കോളേജ് ഐസിയുലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കാഷ്വാലിറ്റിയിൽ പ്രവേശിച്ചു. പ്രാഥമികമായുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാം നിലയിലെ ഐസിയുലേക്ക് അഫാനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നു. മെഡിക്കൽപരമായി, ആരോഗ്യപരമായുള്ള പരിശോധനകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നടക്കുന്നുണ്ട്. ഇവിടെയും പോലീസിന്റെ ഉദ്യോഗസ്ഥരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും മണിക്കൂറുകളിൽ വരും. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് വളരെ വിശദമായി തന്നെ ഇത് അന്വേഷിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ ആകെ തന്നെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. 5 പേരെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്, സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്ത ആൾക്കാരെ തന്നെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ അത് ചർച്ചയാകുന്ന, അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെ പരിശോധന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പുരോഗമിക്കുന്നുണ്ട്.